ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉച്ച വരെയുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ നമ്മളെല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ ഞാനും കുട്ടികളും എല്ലാവരും. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ നമ്മൾ റെഡിയാക്കി റൂമൊക്കെ ഒന്ന് കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ച് അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്ന വീഡിയോ ഇതിലില്ല കേട്ടോ ഗൈസ്. അതെടുക്കാൻ ഞാൻ മറന്നുപോയി. വീഡിയോ മറന്നുപോയി എന്നല്ല, മക്കൾ സമ്മതിച്ചിട്ടില്ല, അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചെറുപയർ കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ദോശയും ചെറുപയർ കറിയൊക്കെ കഴിച്ച് കഴിഞ്ഞു, മക്കൾക്കൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്കൊക്കെയുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. ഉച്ചക്കൊക്കെ ഇന്ന് കിട്ടിയത് ചെമ്മീനും മത്തിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതുന്നത് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ചെമ്മീൻ നന്നാക്കാൻ കുറേ പണിയായതുകൊണ്ട് ഉമ്മ കേട്ടോ നന്നാക്കി തന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ വന്നാൽ ഒന്നും മീനും പണിയും സംഭവങ്ങളൊന്നും എടുക്കാറില്ല. ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ, അല്ലാതെ മീനൊന്നും മുറിക്കലില്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ ക്രിസ്മസ് വെക്കേഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും. അപ്പോൾ ഇത്ര ദിവസം ഇവിടെ അടിച്ച് പൊളിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ ഓണാക്കി ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ഉമ്മ നന്നാക്കി വെച്ച ചെമ്മീനുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ കുറച്ച് നേരം. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല. നല്ല ഓയിൽ കൂടുതലാവാതെ ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടത്. അങ്ങനെ ചെമ്മീൻ ഇട്ടതിന് ശേഷം ചെമ്മീനൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ചെമ്മീനൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല സംഭവങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കല്ല, അരിഞ്ഞ് വെക്കാം. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെമ്മീനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിക്കും. എൻ്റേത് ചെറുതായിട്ടൊന്ന് അടി പിടിക്കല്ല, ഒന്നൊന്ന് ഒട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അത് ഇടയിൽ മക്കൾ വന്നങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴാണ് കേട്ടോ അത് അങ്ങനെ ആയിപ്പോയത്. പിന്നെ മെയിനായിട്ട് ഈ ചട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. വല്ലാണ്ട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ നല്ലപോലെ കുക്കായി വന്നതിന് ശേഷം നമ്മൾ ചെമ്മീനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മസാല റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പുളി വേണം, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ. കുറേയൊന്നും ഒഴിക്കില്ല, ഒരു തുള്ളി പുളി വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് ഈ ചെമ്മീൻ വെന്തതിൻ്റെ ശേഷം ചട്ടിയിൽ നിന്ന് കോരിങ്ങാണ്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ചട്ടിയിൽ തന്നെ വേണം നമ്മൾ ആ മസാല റെഡിയാക്കാൻ, എന്നാലേ കറക്റ്റ് ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അടി പിടിച്ചെന്നല്ല, ആ ചട്ടിയിൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കേണ്ടത്, അതുകൊണ്ടാണ്. അല്ലാതെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ആ ഒരു ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചങ്ങാണ്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒന്നും കൂടി മൂടി വെച്ചങ്ങാണ്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്നുകൂടി വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മസാല നമ്മൾ മാറ്റി വെക്കണം കേട്ടോ, ഗ്രേവി ഒന്ന് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി മൂടി വെച്ചാണ്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാല എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ ചെമ്മീനെ മാറ്റി വെച്ചിട്ടുള്ള ആ ചെമ്മീനില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ അതിന് നമ്മൾ ഗ്രേവിയൊക്കെ അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ഒന്നുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഗ്രേവി അതിലേക്ക് അരച്ചത് അതിലേക്ക് ഒന്നും കൂടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചൊന്ന് വേവിക്കുക.
നല്ല മണം വരും കേട്ടോ. ഇപ്പോൾ ഈ ടൈമിൽ നല്ലൊരു മണം ഉണ്ടാവും. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. പിന്നെ വേറെ പണിയൊന്നുമില്ല, മൂടി വെച്ച് കുറച്ച് നേരം അങ്ങനെ വെച്ചാൽ മതി. നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് ഞാനുണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. ഞാനെന്നല്ല, ആരിതുപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, പുളിവെള്ളം ഈ ടൈമിൽ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ടിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല, കുറച്ച് മതിയാവും കേട്ടോ. അത് നമ്മൾ ഈ ഗ്രേവി ഒഴിക്കുന്ന സമയത്താണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഗ്രേവി ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കാൻ കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ ആവും, എന്നാലും ഞാനൊന്ന് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഉമ്മ ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. മത്തി പൊരിച്ചിട്ട് ചമ്മന്തി കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കണം. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാനുണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ വ്ളോഗ് ഉച്ചവരെ ഉള്ളതുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഒന്നുമില്ല കേട്ടോ. വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളാക്കി എടുക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും, പക്ഷേ എനിക്ക് ഒരിക്കലും ഫുള്ളാക്കാൻ കഴിയാറില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളൊരു ചാനൽ തുടങ്ങുമ്പം കുറേ പേര് നമ്മളെ കളിയാക്കാനും നിരാശപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ ഉണ്ടാവും. നീയൊന്നും ചാനൽ തുടങ്ങിയിട്ട് എവിടെ എത്താൻ പോണില്ല, വെറുതെ തുടങ്ങുകയാണ്, വെറുതെ ഓരോന്ന് തുടങ്ങി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് കുറ്റപ്പെടുത്താനൊക്കെ ഉണ്ടാവില്ലേ. സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കുറച്ച് വിരലിലുണ്ടാവുന്ന പ്രിയപ്പെട്ടവർ മാത്രം ഉണ്ടാവും. എന്നാലും എന്നെങ്കിലും നമ്മൾ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനേതായാലും ചോറും ചെമ്മീൻ റോസ്റ്റും ഉമ്മ ഉണ്ടാക്കിയ ചമ്മന്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വേണമെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ലൊരു അടിപൊളി ലഞ്ച് കഴിച്ചിട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കണതോടുകൂടി വീഡിയോ അവസാനിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ പരിപാടികളൊന്നുമില്ല. പിന്നെ വീഡിയോസ് എഡിറ്റൊക്കെ ചെയ്യണം. കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും എഡിറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീണ്ടും മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും വേറെ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബായ്. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.